കാണുന്ന ഒരു കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി ആ അച്ഛൻ്റെ നേച്ചറിലേക്ക് കുഞ്ഞു വന്നോളൂ. മനസ്സിലായോ? ഇപ്പം നേരെ മറിച്ച് അച്ഛൻ ഭയങ്കര അധികം ഡോമിനേറ്റ് ചെയ്യുന്നു, വളരെയധികം ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വന്നൊരു കാര്യമാണ്, ഈ എനിക്കത് പബ്ലിക്കലി പറയാൻ പറ്റത്തില്ല, ബാഡായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്നു. ഓക്കെ അപ്പം ഇത് ചോദിച്ച് വന്നപ്പോഴത്തേക്ക് കുഞ്ഞിങ്ങനെ റെപ്പറ്റേറ്റീവായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടി അത് പറയേണ്ട ഒരു ഏജ് അല്ല. അപ്പം ചോദിച്ചു വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ദേഷ്യം വരുമ്പോഴും സ്നേഹം വരുമ്പോഴും ഇറിറ്റേഷൻ വരുമ്പോഴും എല്ലാം അച്ഛൻ ഈ കാര്യമാണ് അമ്മയെ വിളിക്കുന്നത്. മനസ്സിലായി? ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, സ്പോഞ്ച് വലിച്ചെടുക്കുന്നത് പോലാണ് ഓരോ കുഞ്ഞും. വീട്ടിലെ ആംബിയൻസ് എന്താണോ ആ കുഞ്ഞിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അച്ഛൻ അമ്മയ്ക്ക് റെസ്പെക്ട് കൊടുത്തോ, കുഞ്ഞുങ്ങൾ അതുപോലെ റെസ്പെക്ട് കൊടുക്കും. മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും അമ്മയ്ക്കും റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അച്ഛന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ, തിരിച്ചുകൊണ്ട് കേട്ടോ, രണ്ടും വശത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്യണ്ട. അത്യാവശ്യം വേണ്ട നോട്ടിനെസ്സും കാര്യങ്ങളും ഒക്കെ കാണിക്കും, പക്ഷെ ഒരു ലിമിറ്റ് വിട്ട് നമ്മുടെ കൈ വിട്ട് പോവില്ല കുഞ്ഞുങ്ങൾ. കുട്ടികളെ ബ്ലെയിം ചെയ്യാതെ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാണ് ശരിക്കും വേണ്ടത്, അല്ലേ? നമ്മുടെ ഇന്നത്തെ കാലത്തെ സ്ട്രെസ്സും ഇത്തരത്തിലുള്ള ബിസി ലൈഫും പലതിലും നമ്മളെ ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഒക്കെ ആവുമ്പോൾ സംഹൗ നമ്മുടെ ഇതാണ് കുട്ടികളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക് പോകുന്നത്.